നമസ്കാരം. നമ്മളുടെ ഈ ജീവിതത്തിൽ നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന, നമ്മളെ മുന്നിലേക്ക് യാത്ര ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമ്മളുടെ തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് പറയുന്ന ഒത്തിരി ആൾക്കാരുണ്ടാവും. അവർ ചിലപ്പോൾ നമ്മുടെ ഓഫീസിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരാവാം, നമ്മുടെ ബോസ്മാരാവാം, പൊളിറ്റിക്സിലുള്ള ആൾക്കാരാവാം, അല്ലെങ്കിൽ മൂവിയിലുള്ള ആൾക്കാരാവാം, അതുമല്ലെങ്കിൽ മീഡിയ പ്രവർത്തകരാവാം. അങ്ങനെ പല സർക്കിളിൽ നിന്നുള്ള പല ആൾക്കാരെയും നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ അവർക്കൊക്കെ നമ്മുടെ ലൈഫിൽ, നമ്മുടെ ഈ ജീവിതത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ ഞാൻ ഫോളോ ചെയ്യുന്ന ആൾക്കാരിൽ ഒരാളാണ് പൽക്കി ശർമ്മ ഉപാധ്യായ. എനിക്ക് ഭയങ്കര റെസ്പെക്റ്റുള്ള ഒരു മീഡിയ പ്രവർത്തകയാണ്. രാജസ്ഥാൻകാരിയായ ഇവർ CNN-ലൊക്കെ വർക്ക് ചെയ്തിട്ട് ഗ്രാവിറ്റാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂസ് പോർട്ടലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അമേസിംഗ് ആയിട്ടുള്ള വൊക്കാബുലറി, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഇൻ്റർനാഷണൽ അഫെയർസും ന്യൂസും ഡൊമസ്റ്റിക് ന്യൂസും ഒക്കെ പ്രസൻറ്റ് ചെയ്യുന്നതിലുള്ള അവരുടെ കഴിവ് ഭയങ്കര രസമാണ് അവരുടെ ന്യൂസ് കേൾക്കാൻ തന്നെ. അവരോട് ഈയിടെയായിട്ടൊരു ഇൻ്റർവ്യൂവിൽ, ഒരു നീളം കൂടിയ ഇൻ്റർവ്യൂ ആണ്, എന്നിരുന്നാലും അതിനകത്ത് ഒരു സ്ഥലത്ത് അവരോട് ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങളുടെ ഒരു ലൈഫ് വിഷൻ, അല്ലെങ്കിൽ എങ്ങനെയാണ് ലൈഫ് ഡ്രൈവ് ചെയ്യുന്നത്. അതിനവർ പറയുന്ന ആൻസർ ക്ലാസിക് ആയിട്ടുള്ള റിപ്ലൈ ആണ്. അവരൊന്ന് പറയുന്നത്, നമ്മൾ പ്ലേറ്റിൽ നിന്ന് എന്ത് കഴിക്കുന്നു നമ്മുടെ ശരീരത്തിലേക്ക്, അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ എന്ത് വായിക്കുന്നു നമ്മുടെ തലച്ചോറിലേക്ക് എന്നുള്ളത്. നമ്മളുടെ ബോഡിയും മൈൻഡും നല്ല രീതിയിൽ ഫീഡ് ചെയ്യണം എന്നുള്ളത്. രണ്ടാമത് അവർ ചോദിക്കുന്നത്, ഇഫ് യു ക്യാൻ ഡു തിങ്സ് കൺസിസ്റ്റൻ്റ്ലി ദെൻ യു വിൽ ബിക്കം സക്സസ്ഫുൾ. അതായത് ഒരു ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും നമുക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റുമോ, ഡെയിലി നമുക്ക് നല്ല ന്യൂസ്, നല്ല ബുക്സ്, നല്ല ആർട്ടിക്കിൾസ് വായിക്കാൻ പറ്റുമോ നമ്മളെ സ്വയം നന്നാക്കാൻ. ഇത്തരത്തിലുള്ള വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൻ്റെ ചെറിയൊരു ഭാഗം ഞാൻ ഈ വീഡിയോൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. വർത്ത് ലിസ്ണിംഗ് her views and her point of discussions. ഒന്ന് കേട്ടു നോക്കൂ. You will definitely enjoy this session from Palki Sharma Upadhyay. I think there is no shortcut to consistency. I wouldn't even say hard work. I would say consistency. Can you exercise at least 3 days a week? At least. Can you read every day? For me, that's very important. So I think you are a product of what you consume, both on your plate and in your mind. And it's very important to keep both the diets healthy, to surround yourself with people who will challenge you. So I think if you can just put your head down and do your work diligently, regularly, life does throw some good things at you.